ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. സാധാരണ പായസം ഉണ്ടാക്കുന്ന അതേ സേമിയ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വയ്ക്കുകയാണ്. നമുക്ക് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. 1.5 ഗ്ലാസ് സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സേമിയ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ സേമിയയുടെ കളർ മാറുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റോളം 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കുഴഞ്ഞു പോവില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സേമിയൊക്കെ കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്കത് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ പാത്രം മാറ്റുകയാണ്, അല്ലെങ്കിൽ അതിലിരുന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു കളർ മാറുമ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അതേ പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വറ്റൽമുളക് 2 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ വളരെ നൈസായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട്, ചെറിയൊരു മീഡിയം ക്യാരറ്റും അതേമാതിരി ഒരു വലിയൊരു സവോള ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നീളനെ അരിഞ്ഞതും, 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു പിടി കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി 1 സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവോളയും ക്യാരറ്റൊക്കെ ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട്. റോസ്റ്റ് ആവരുത്, ഒന്ന് ചെറുതായി ഒന്ന് നല്ലോണം ഒന്ന് വാടി ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ഗ്ലാസ് സേമിയാണ് ഇതേ ഗ്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ സ്പൂണിൽ ഞാൻ 1 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്ന ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഈ സേമിയ ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് ആവി കയറ്റാം. അങ്ങനെ വെള്ളമൊക്കെ വറ്റി നമ്മൾ സേമിയ ഉപ്പുമാവ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്പം നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ഒക്കെ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ ഉപ്പുമാവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.